നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ നേരം മങ്ങിയ നേരത്തെക്കര മാനത്തെത്തുവതാരോ മാനത്തെത്തുവതാരോ അങ്ങും ഇങ്ങും നക്ഷത്രങ്ങൾ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ വീണല്ലോ എന്നുടെ വലയിൽ. ഇന്ന് വൈകുന്നേരം രാജകുമാരി വരും. രാജകുമാരിയോ? ആശാന് തമാശ. ഇന്ന് ബ്ലൗസ് തച്ചു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അളവ് വേണ്ടേ? അളവ് ബ്ലൗസ് മേശക്കടിയിൽ ആശാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കല്ലേ. എടാ ആ അളവ് ബ്ലൗസ് കൊണ്ട് ബ്ലൗസ് വെച്ചാലേ അവളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് അതങ്ങനെ കടക്കില്ല. ആശാൻ അവർ തൊട്ടും പിടിച്ച് അളവെടുക്കാൻ വേണ്ടി അല്ലേ ആശാനെ? നേരം മങ്ങിയ നേരത്തക്കര മാനത്തെത്തുവതാരോ. ബ്ലൗസ് വെച്ചോ? എന്ത് ചോദ്യ രാജകുമാരി ഇത്? അളവെടുക്കാതെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുമോ? അളവ് ബ്ലൗസ് ഞാൻ തന്നിരുന്നല്ലോ. അതുകൊണ്ട് ബ്ലൗസ് തയ്ച്ചാ രാജകുമാരിക്ക് ഇടാൻ പറ്റില്ല. എന്റെ രാജകുമാരി, ഇത് നിന്റെ കല്യാണ സമയത്തുള്ള ബ്ലൗസ് അല്ലേ? അന്നത്തെ പോലെ നീ ഇപ്പിരിക്കുന്നത്. ശരിയാ, ഞാനതങ്ങ് മറന്നു. പക്ഷേ ഇന്ന് എനിക്ക് ബ്ലൗസ് വേണം. അതിന് 1 മണിക്കൂർ സമയം പോരെ? രാജകുമാരി വാ, അളവെടുക്കാം. വാ. ഒന്നും കൂടെ തിരിഞ്ഞ് ഇനിയേ ആ കൈ ഒന്ന് പൊക്ക്. 34. എത്ര? 34. കൈ പൊക്കേണ്ടിരുന്നോട്ടെ, അതൊരു കുഴപ്പമില്ല. കൈ പൊക്കില്ല, കൊല്ലാനൊന്നല്ലോ. 35. എഴുതറ. 35. തിരിഞ്ഞു. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് മുകളിൽ നിന്റെ അളവൊക്കെ എടുത്ത് നിന്നെ ഞാൻ ഇന്ന് ഹസ്ബൻഡ് ഇപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞിട്ടില്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്? അവിടുന്ന് പിരിച്ചു വിട്ടു. 10. എഴുതാ. 10. 18. എഴുതാ തെണ്ടി. എന്തൊക്കെ ആശാന്? ശാന്തേ, ശാന്തേ, ശാന്തമ്മേ. എന്താ? ഞാനൊന്ന് പുറത്തിറങ്ങിട്ട് വരാം. കള്ള് ഷാപ്പിലേക്കല്ലേ? രാവിലെ മുതലിരുന്ന് തയ്ക്കുന്നതേ. അപ്പോ വൈകുന്നേ കൂലിയൊക്കെ കഴിഞ്ഞ് ഒരു കള്ള് കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കുടിച്ചിരിക്കണം, അതാ അതിന്റെ ശരി. 4-5 വർഷം കഴിഞ്ഞില്ലേ നീ എന്റെ ഭാര്യയായിട്ട്? എന്നിട്ട് നിനക്കിതിനെ പറ്റി ഒരു വിവരമില്ലല്ലോ. മതി, ഈ വിവരം ഒക്കെ മതി. ചെന്നാട്ടെ. അങ്ങനെ പറ. അമ്മൂട്ടിയെ വരട്ടെ. അച്ചുതട്ടാര് പണം പലിശക്ക് കൊടുത്താ തിരിച്ചു വാങ്ങാനും അറിയാം. പണം കിട്ടിയില്ലേ മോലാക്കിയിരിക്കും. എന്നിട്ട് പത്രോസ് പണം തന്ന 3000 ഒളിവായിക്ക് അവൻ എന്നെ 30,000 തവണ നടത്തി. അപ്പോ പത്രോസിന് കൊടുത്ത പണം ഗോപി അല്ലേ? രൂപ കിട്ടിയില്ലെങ്കിൽ എന്താ, അതിനുള്ള ഉരുപ്പടി ഞാൻ മോലാക്കി. പത്രോസ് പെങ്ങളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൊന്നെടുത്തോണ്ട് പോന്നായിരിക്കും അല്ലേ? പിന്നെ എങ്ങനെ മുതലാക്കി? എടാ, ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാന്നറിയാവോ? എന്താ? പൊന്നും പെണ്ണും. പൊന്നെന്ന് പറഞ്ഞാ പണം. പണം എന്നെ പോയി. പിന്നെ പെണ്ണ്, അത് ഞാൻ മുതലാക്കി. എങ്ങനെ? ലോകത്ത് ഒരു കുഞ്ഞു പോലും അറിയാതെ പത്രോസിന്റെ ഭാര്യ റോസക്കുട്ടിയെ ഞാൻ. അയ്യോ, അതാടാ അച്ചുതട്ടാര്. മനസ്സിലായോ? ഭഗവതി, അച്ചുതട്ടാറ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പോഴേ ഭാർഗവ, തയ്യക്കട തുടങ്ങാൻ ജാമ്യമില്ലാതെയാ ഞാൻ നിനക്ക് 5000 രൂപ തന്നിട്ടുള്ളത്. പലിശ തന്നെ ഇത് 3ാമത്തെ മുടക്കമാ. ഇത് ഇങ്ങനെ പോയാൽ. അയ്യോ, ഞാൻ ആവുന്നത് വേഗം തിരിച്ചു തരാം അച്ചുതട്ടാരെ. ആ ഓർമ്മ വേണം. ഞാൻ വരട്ടെ. ഇവിടെ വച്ചേക്ക്. ശാന്തമ്മേ, നീ ഇങ്ങനെ കുനിഞ്ഞിന്ന് പണിയെടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? യൂട്രസ് മാറ്റിയതാ, നടുവിളക്കരുത്. അതൊക്കെ നോക്കിയാ ചേട്ടന്റെയും മോളുടെയും കാര്യം ആരാ നോക്കുക? എന്തെങ്കിലുമൊക്കെ ഇവളും ചെയ്യില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, 10-17 വയസ്സായില്ലേ? അമ്മു, നീ ഇതൊന്ന് വിളമ്പേ. അമ്മു, നിങ്ങൾ വാ. ഇതൊക്കെ ഒന്ന് വിളമ്പേ.
അമ്മോ, നീ ഇങ്ങോട്ട് വാ, ഇത് ഇത്തിരി കൂടി ഒഴിച്ചേ. വാ വാ. നിന്നോടല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്? എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല ഏട്ടാ. എന്നൊക്കെ ഇപ്പൊ പറയും. നടു അനങ്ങിയാലുണ്ടല്ലോ വേദന കൂടും. പറഞ്ഞില്ലെന്ന് വേണ്ട, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ അമ്മൂട്ടിയെ. ഒന്നുമില്ല. എനിക്കറിയാം, ഇനി എനിക്ക് പ്രസവിക്കാനാവൂലല്ലോ എന്ന് ഓർത്തിട്ടല്ലേ. ഭാർഗവേട്ടന് ആൺകുട്ടിയോടാണ് ഇഷ്ടം. പക്ഷെ ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യൂട്രസ് എടുത്ത് പുല്ല് പോലെ കളഞ്ഞില്ലേ ഡോക്ടർ? അതിന്റെ വില എന്താന്ന് ഡോക്ടർക്ക് അറിയോ? അമ്മൂന് ഒന്ന് രണ്ട് ആലോചനയായിട്ട് ആ ബ്രോക്കർ നാരായണേട്ടൻ വന്നിരുന്നു. നാരായണ ചേട്ടനും നാരായണ ചേച്ചി വന്നിട്ട് എന്താ കാര്യം? കയ്യില് തുട്ടുണ്ടാ? കട തുടങ്ങാനേ 5000 രൂപയാ അച്ചുതട്ടാരോട് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ പലിശ പോലും 3 മുടക്ക. അയാള് പണം കിട്ടാത്തടന്ന് പണം മുതലാക്കണ കാര്യം കേട്ടിട്ടേ എനിക്ക് പേടിയാവണു ഈശ്വര. അവളുടെ കാര്യം നോക്കാൻ നമ്മളല്ലാതെ പിന്നെ ആരാ ഉള്ളത്? അവൾക്ക് ഞാനില്ലേ? അവളുടെ കാര്യം ഞാൻ ആലോചിക്കാകില്ല. വരട്ടെ. അയ്യോ, അവൾക്ക് ആശയല്ലോ. ആശ വരട്ടെ. നിന്റെ ആശാ മരുന്ന് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ വേറെ കടയിൽ കൊടുത്തോളാം. എന്റെ പൊന്നു ചേച്ചിയല്ലേ, പിണങ്ങി പോവല്ലേ? ചേച്ചി ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ അല്ലേ? നിനക്ക് അളവെടുക്കാൻ അറിയോ? അറിയാമോന്നോ? ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എടുക്കാം. ഈശ്വര, ഇവനും അളവെടുപ്പ് തുടങ്ങിയോ? ബ്ലൗസ് കഴിക്കുന്നുണ്ട് അരവണ്ണം എടുക്കുന്നത്. ഞാൻ വരുന്നത് വരെ ക്ഷമിക്കാൻ രുക്മിണിക്ക് ഇത്ര ക്ഷമയില്ലാതെ പോയല്ലോ. വരൂ, നമുക്ക് വിശദമായിട്ട് അളവെടുക്കാം. വരൂ. 2 ദിവസമായിട്ട് നിനക്ക് തീരെ സുഖമില്ല. ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞാ അതും കേൾക്കില്ല. ഞാൻ അരയ്ക്കാം ചേച്ചി. രണ്ട് ദിവസം ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞ കിടന്നാൽ എന്താ? ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നാ മോളെ സ്കൂളിൽ അയക്കലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുടങ്ങൂല്ലേ? ഓ, അത് സാരല്ല. അതിനിവിടെ അമ്മുല്ലേ? അല്ലേ അമ്മു? ഏതായാലും നീ ഒരാഴ്ച പോയി ആശുപത്രി കിടക്ക്. ഞാൻ പോണു. വരട്ടെ അമ്മു. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. ആശുപത്രി പോയി കിടക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് എനിക്കറിയാം. നിന്റെ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയായി പോയി. ചേച്ചി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ചേച്ചി.